ഹലോ ഗൈസ്, ബാക്ക് ടു ഹസി വ്ളോഗ്സ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത പറയുന്നത് ആര്യ പറ, എനിക്ക് പറയാൻ കിട്ടുള്ളൂ. ഒന്നുമില്ല, മേ ബി ചിലപ്പോൾ നമ്മൾ 3 പേരുടെയും ലാസ്റ്റത്തെ വ്ളോഗ് ആവാണ്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ഇനി ചിലപ്പോൾ കുറേ നാൾക്ക് ശേഷമായിരിക്കും നമ്മളിനി ഒരുമിച്ചുള്ള ഒരു വ്ളോഗ് ഉണ്ടാവാൻ പോണത്. കാരണം പ്രീതു നാട്ടിലേക്ക് പോവാണ്. ഓളിനി തിരിച്ചു വരൂല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് നാട്ടിലേക്ക് പോകണമെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിക്കാം. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അറിയുന്നവരെന്തായാലും കമൻറ്റ് ഇടേണ്ടതാണ്. ഓപ്ഷൻ എ 1 കല്യാണം കഴിക്കാൻ, ഓപ്ഷൻ ബി റിട്ടയർ ആയിട്ട് സുഖജീവിതം അനുഭവിക്കാൻ നാട്ടിൽ പോവാണ്, ഓപ്ഷൻ സി പഠിക്കാൻ വിദേശത്തിലേക്ക് പോവാണ് എന്നൊക്കെ അവള് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, ഞാൻ ആര്യ പറ. ഒന്നും പറയാനില്ല, കകപ്പാടൊരു വിഷമം. എനിക്ക് എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നിന്നവർക്ക് നാട്ടിൽ പോയിക്കണ വെച്ചാൽ സെറ്റ് ആവൂല. ഞാൻ തന്നെ ലീവിന് നാട്ടിൽ പോയിട്ട് എങ്ങനെയെങ്കിലും തിരിച്ചെത്തിയാൽ മതി എന്നാണ്. ഓള് വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓള് 3 മാസം കഴിയുമ്പോ പെട്ടിങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വരും എന്നാണ് വിശ്വാസം. ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ വല്ല UK അമേരിക്ക. നേരത്തെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് പോകും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. പറയാൻ തുടങ്ങിട്ട് തന്നെ കൊറേ ആയിക്കണു. കഴിഞ്ഞ ദിവസം ഇപ്പോഴെങ്കിലും കാണൂല. കഴിഞ്ഞ ആഴ്ച എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ മാർച്ചിലൊക്കെ ഉള്ളു. അപ്പഴും ഞാൻ വിചാരിച്ചില്ലായിരിക്കും. പിന്നെ ഒരു 4-5 ദിവസം പറയുമ്പോ അടുത്ത മാസമല്ലേ. ഇല്ല, അവളെപ്പോഴും പറയുമല്ലോ ഞാൻ അടുത്ത മാസം പോകും. പിന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച ചൊവ്വാഴ്ച അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ച പോവാണ്. പെട്ടെന്ന് 10-ാം തീയതി പോവാണെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റണില്ല. പോവാണ് എന്നുള്ളൊരു സംഭവം. വന്നപ്പോ തൊട്ട് ഒരുമിച്ചായിരുന്നു. അത് എത്ര ഒരു 1 year കഴിഞ്ഞു. ഇനി എല്ലാം ശരിയായിട്ട് അരിയെ ഇവിടെ ചോദിച്ചു വിളിക്കാൻ അറിയില്ല. ഒരാള് കെട്ടിപ്പോയി, ഒരാള് നാട്ടില് പോയി, ഞാൻ മാത്രം ഒറ്റയ്ക്കായി. എനിക്ക് തോന്നുന്നു നീയും കെട്ടി ഞാനും കെട്ടി. ഇനിയിപ്പോ അവൾക്ക് കെട്ടാൻ പൂതി ഉണ്ടാവില്ലേ? നമ്മളില്ലാണ്ട് അവള് നാട്ടിൽ പോയി കല്യാണം കഴിക്കാനാണ് പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൾക്ക് സെൻഡ് ഓഫ് പാർട്ടിയാണ് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല, എന്നാലും കുഞ്ഞു രീതിയിൽ. കാരണം നമ്മൾ 3 പേരും ഇന്ന് തിരക്കുള്ള ദിവസമാണ്. നാളെ അവൾ പോവാണ്. അപ്പം ഇന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാനും കല്യാണം കഴിഞ്ഞപ്പോ ഫാമിലിയും അപ്പൊ എല്ലാരും ഉണ്ട്. അപ്പോ എന്താ എഴുതി അങ്ങോട്ട് വെച്ചൊക്കെ നടപ്പില്ല. അതായിരിക്കും. ഞാനും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു തിരക്കിലായിരുന്നു. ഓരൊക്കെ ഇപ്പഴാണ് കാണുന്നത് കല്യാണം കഴിഞ്ഞിട്ട്. ആര്യക്ക് പിന്നെ ഡ്യൂട്ടിന് തിരക്കിലാണ്. അവൾ ഡ്യൂട്ടിന്റെ ഇടയിൽ ബ്രേക്കിനാണ് വന്നിട്ടുള്ളത്. ഇപ്പോ ഇനിയിപ്പോ നമ്മള് കേക്ക് വാങ്ങാൻ ഇവിടെ കാരിഫോറിൽ വന്നിരിക്കുകയാണ്. ഫോട്ടോ ഫ്രെയിം ഒക്കെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണ്ടെന്ന് അറിയത്തില്ല. നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്ത് ചെയ്യണം. നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മുൻപ് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലും പ്ലാൻ ആക്കായിരുന്നു. ഞാൻ ഇന്നലെ ഫുള്ള് പുറത്തായിരുന്നു. എനിക്കിപ്പോ വിരുന്നൊക്കെയാണ്. കല്യാണം കഴിഞ്ഞ പോലെ വണ്ണം വെച്ചിട്ടുണ്ടോ നോക്കിട്ട്. എഴുതിക്കാൻ കൊടുക്കാണ്. എന്താ എഴുതാൻ പോണ്? വിൽ മിസ് യു. എന്റെ കാലവിടെ കൊണ്ടു. പോണേനെ കുറിച്ച് 2 വാക്ക് മുണ്ടേണ്ടതാണ്. മുണ്ട് എന്താ പറഞ്ഞത്? 2 വാക്കാണ് മുണ്ടേണ്ടത്. ഓക്കെ. പ്രിയമുള്ള കലാസ്നേഹികളെ, അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുന്നതാണ്. അങ്ങനെ ഞാൻ പറയാൻ തോന്നില്ല. എന്നുവെച്ചാൽ ഞങ്ങളെ 3 പേരെ ഇനി ഒരുമിച്ച് കാണാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല ഗൈസ്. ഒരുമിച്ച് മുത്തേ എന്നാ ഉളമാറയിൽ ഒന്നുകൂടെ കൊണ്ടുപോകണം. ഷോക്ക് അടിപ്പിക്കുന്ന സമയത്ത് എന്താ അഥവാ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ല, ഞാൻ നാട് വിട്ട് പോവാണ് ഗൈസ്. ദുബായ്. 1 മിനിറ്റ്, എനിക്ക് കോള് വരുന്നുണ്ട്. ബിസി കാളാണ്, എപ്പോഴും കോള് വരും. പ്രീതു തിരിച്ചു വരാൻ നിങ്ങൾ കമന്റ് ഇടുക. പ്രീതു മടങ്ങി വരും. ശരിക്കും എനിക്ക് നല്ല വിഷമമുണ്ട്. അവൾക്കും അത് നല്ല വിഷമമുണ്ട്, കണ്ണിലറിയാം. പക്ഷെ അവൾക്ക് ദുബായ് ഇഷ്ടമല്ല എന്നൊക്കെയാണ് പറയുന്നത്. അനക്ക് കുറച്ച് കഴിഞ്ഞാൽ ദുബായ് ഇഷ്ടമല്ലാണ്ട് പോവോ? പറയാൻ പറ്റൂല. ഞാനും മുഫിയും പിന്നെ ഇവിടെ തന്നെ സെറ്റിൽ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ആരുമില്ല, അതുകൊണ്ട്
എനിക്ക് പിന്നെ ഇവിടെ തന്നെ എല്ലാവരും ഉള്ളത്. പിന്നെ മുഫിയും ഞാനും ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇപ്പം എന്തായാലും നാട്ടിലൊന്നും സെറ്റിൽ ആവില്ല, ഇവിടെ തന്നെ ആയിരിക്കും. അതെ. ഫസ്റ്റ് എനിക്ക് തന്നില്ലെങ്കിൽ ഇവിടെ ഒരു കൊലം നടക്കും. ഞാൻ ആദ്യം കഴിച്ചു പോകുന്നത് എടി അടി അങ്ങനെ ഒരു തരം അല്ലേ, അതല്ലേ നല്ലത്, സ്പൂണല്ലേ ഉള്ളത്. അപ്പൊ 2 പേർക്കും ഇല്ല ഗൈസ്, ഞാൻ പോവാണ്. ഇടത്ത് വലതും വഹായി നോക്കിയിരിക്കുന്നുണ്ട്. 2 പേർക്ക് ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ തന്നെ കഴിക്കാണ്. നാട്ടിലെത്തിയതും പ്രീതുവിനില്ലേ ലൂസ് മോഷൻ. കേക്ക് കാണുമ്പോ കരച്ചിൽ വരുന്നില്ല. 2 മാസം കഴിഞ്ഞിട്ട് എത്തണം, മനസ്സിലായോ? 2 മാസത്തിന് പോണേനുണ്ട് വെറുതെ ഒരു സെൻഡ് ഓഫ് പാർട്ടി. എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പോണില്ല. കേക്ക് ടേസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളെന്ന് ആര് ഫസ്റ്റ് ഈ കേക്ക് കഴിച്ചു തീർക്കും എന്നുള്ളൊരു മത്സരമാണ്. അത് മത്സരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഇപ്പോഴെ പ്രെഡിക്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പ്രീവ്യൂട്ട് തിന്നിട്ടെ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞിട്ട് എല്ലാവരും മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഗൈസ്. ഒന്നുമില്ല, ഞാൻ പോവുകയാണ്. എന്താ പ്ലാൻ ഒന്നും അറിഞ്ഞൂടാ. ഭാഗ്യമുണ്ടെങ്കിൽ ആരും വിളിക്കുന്നുണ്ട്. അവിടെ ഓ ഇങ്ങോട്ടെല്ലാം ഇറങ്ങുമ്പോ പെണ്ണുമ്പിള്ള വിളിക്കുവാണ്. ആരാണ്? എനിക്കിപ്പം ചോദിക്കാൻ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മള് ഫുഡ് വന്നിട്ടുണ്ട്. സ്ട്രോബെറി സൈഡിലുണ്ടായിരുന്നത് ഓർഡർ ചെയ്തത്. ഒരു മിനിറ്റ്, ഇതല്ല എനിക്ക് വേണ്ടത്. ഓക്കെ ഗൈസ്, സംസാരിക്കട്ടെ. ഇവര് സംസാരിക്കുമ്പോ ഞാനിത് കഴിച്ചു നോക്കാം. സ്പൂൺ തരില്ല. ഇതന്നെ സ്പൂണ്. ഒരാൾ മാത്രം ഈ സാധനമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കേണ്ടത്. പക്ഷെ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, ഞാൻ വേറെ സംഭവമാണ് ഉദ്ദേശിച്ചത്. ഇന്നലെ ദോശക്കകത്ത് ചോക്ലേറ്റ് ഒഴിച്ചേക്കുന്നു. വാവ്, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. വട്ടിക്കുന്നു. പക്ഷെ ഇതല്ല ഉദ്ദേശിച്ചത്. സോറി. എനിക്ക് ശരിക്കും ഇരിക്കാൻ പറ്റുന്നില്ല. ടേസ്റ്റ് ഉണ്ടോ? പക്ഷെ ഇതിലും ടേസ്റ്റ് ഉള്ള വേറെ സംഭവം ഓർഡർ ചെയ്ത് വെച്ചിട്ട് നല്ല നല്ല സ്ട്രോബെറി. നാട്ടിൽ പോയ കല്യാണം കഴിച്ചിട്ട് എത്ര മക്കളാണെന്ന പ്ലാൻ? കല്യാണം കഴിച്ചാല് അല്ല, ചെറുക്കനെ കിട്ടിയാലും ഞാൻ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചാൽ എത്ര പിള്ളേരുണ്ട് തന്നെ. ഞാൻ എന്നെ ഭൂതം ഭാവി കാലമൊക്കെ പ്രസവിച്ചേ. പ്രസവമൊക്കെയാണല്ലോ വരുന്നത്. പ്രവചിക്കുന്നതാണല്ലോ. അതൊന്നും അറിയത്തില്ല. കിട്ടിയാ കിട്ടി, ഇല്ല ഇല്ല. ഒരു മിനിറ്റ്, കല്യാണം കഴിഞ്ഞവരാണ് എന്റെ ഇടവും വല ഇരിക്കുന്നത്. നിനക്ക് എത്ര പിള്ളേരുണ്ടാവും? പറയൂ. നിനക്ക് എത്ര ഉണ്ടാവും? എനിക്കിപ്പോ എന്തായാലും ഒന്നും ഉണ്ടാവില്ല. കാരണം നാട്ടില് റിസപ്ഷനും പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. പിന്നെ മുഫിക്കും എനിക്കും കുറച്ച് മെച്ചൂരിറ്റി വരട്ടെ. ഞങ്ങൾ രണ്ടോളം സെയിം ഏജ് ആയതുകൊണ്ട് ഒരു പ്രതീക്ഷയില്ല എനിക്ക്. കല്യാണം കഴിഞ്ഞ് ഇവളുമാർക്ക് അറിയത്തില്ല. എന്നിട്ട് എനിക്ക് എത്ര കുട്ടി ഉണ്ടാവുമെന്ന് ചോദിക്കുക. ചെറുക്കനെ പോലും കിട്ടാൻ എനിക്ക് 3 എണ്ണം. 3 മതി. അപ്പൊ നിനക്കോ? എനിക്ക് 2. എന്തൊക്കെയാ പറയുന്നത്? താങ്കളിപ്പോ എത്ര ദൂരം പോയിരിക്കുന്നു? വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. അങ്ങനെ പറയുന്നത് പോയാൽ ഞങ്ങളെ മിസ് ചെയ്യും. ഇല്ല, കഴിക്കാതെ ബാക്കി കഴിക്കുമ്പോൾ കൊടുക്കണ്ട. മിസ് ചെയ്യുകയൊക്കെ ചെയ്യും എന്താണെങ്കിലും ഉറപ്പായിട്ട്. അതായത് ഇതുപോലെ ഇങ്ങനെ കറങ്ങി തെണ്ടിത്തിരിഞ്ഞ് നടക്കാനൊന്നും നാട്ടിലെ ആൾക്കാരുണ്ടാവത്തില്ല. എല്ലാവരും റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളായിട്ട് അവരവരുടെ കാര്യത്തിലൂടെ പോവുക. ഇവിടേക്ക് ആകുമ്പോഴാണല്ലോ നമുക്ക് ഇതുപോലെ ഫ്രണ്ട്സിനോട് പോകാനൊക്കെ പറ്റുന്നത്. ആ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് മിസ് ചെയ്യും. വിഷമമുണ്ട് നാട്ടിൽ പോകുന്നതിന്. നാട്ടിൽ പോകുന്നതിന് വിഷമമുണ്ടെന്നല്ല, പക്ഷെ ഈ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നതുള്ള രീതിയിൽ വിഷമമുണ്ട്. നമുക്ക് എല്ലാ ശനിയാഴ്ചയും ഫോട്ടോ എടുത്തിട്ട് കാഴ്ച ചെയ്യാന്നറിയില്ല. നമ്മളൊക്കെ കുടുംബിനികളായി. നമ്മളല്ല, നിങ്ങള്. പക്ഷെ എന്നാലും കുടുംബിനിയായിട്ട് എനിക്ക് കല്യാണം കഴിച്ചു എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിച്ചു.
പിന്നെ എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് താരടി കുത്തി വെച്ചേക്കുന്നത് അല്ല എന്നാ ഞാൻ കളർ വേണ്ടിയാണ്. ഇനി പ്രീതി ഇതൊന്നും കഴിക്കില്ലല്ലോ നാട്ടിൽ പോയാല് നമ്മൾ എന്തൊക്കെ കഴിക്കും? നമുക്ക് മന്തി കഴിക്കണം, നമുക്ക് എന്തൊക്കെ കഴിക്കാണ്ടില്ല, എന്താ ചെയ്യാം? അവരോട് 2 അതാ 1 4 10 ഉണ്ട്. ഇതെങ്ങനെ മുറിക്കാൻ? കത്തി സൈഡ് ഒരു ചോക്ലേറ്റ് ആണ്. നമുക്ക് എപ്പോ ഷുഗർ വന്ന് വെക്കുന്ന അല്ലാക്കറിയാം. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാണ് ആ സിനിമയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ അറിയില്ലായിരുന്നു. നമ്മുടെ ഫോട്ടോ എനിക്കറിയാം. സർപ്രൈസ് ഒന്ന് കാണിക്കട്ടെ. ഏത് ഫോട്ടോ പറ, ഏത് ഫോട്ടോ പറ? ഫോട്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറയാ. നമ്മള് ലാസ്റ്റ് എടുത്ത ഫോട്ടോ കല്യാണത്തിന്റെയോ? അല്ല, കല്യാണം തന്നെ എന്റെ കല്യാണത്തിന് മുന്നേ. മനസ്സിലായെങ്കിൽ ഫസ്റ്റ് ലെറ്റർ പറഞ്ഞാൽ മതി. നാട്ടുകാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ എനിക്കിത് മനസ്സിലായില്ലേ? അതെ 2 കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് ലാസ്റ്റ് ഇങ്ങനെ വെക്കാറുള്ളൂ. അവളുടെ തല പൊട്ടിപ്പോയിട്ടാ, അങ്ങനെ വേണ്ടായിരുന്നു. ഉണ്ടോ ഇവര് നോക്കിക്ക്. പക്ഷെ നമ്മുടെ അപ്പുറത്തെ നല്ല ഫോട്ടോ. അതെ അയ്യടാ എനിക്ക് ഇഷ്ടമായി. ഞങ്ങളുടെ ഫേവറേറ്റ് സോങ്. അതെ എല്ലാം ശരിയാകുന്നു. പ്രീതുവിനെ യാത്ര പറയാനാണ് എല്ലാവരും വന്നിരിക്കുന്നത്. പറ്റിയ കാണാൻ നമുക്ക്. ഇതേതാണ് നബീസു? എന്റെ ചെക്കനെ ഞാൻ വ്ളോഗിൽ പെടുത്തട്ടെ. കുമ്മനം അങ്ങനെ തള്ളകളും ഫോട്ടോ എടുക്കാണ്. അതിന് നടത്തോണ്ട് പോവാ നമുക്ക്. അത് നമ്മള് പോവാണ്. പ്രീതു നാളെ പോവാണ്. നാളെ ഉച്ചക്ക് പോകും ഗൈസ്. നാട്ടിലുള്ള പ്രീതുവിന്റെ ഫാൻസ് ഒക്കെ കോഴിക്കോട് പോയാൽ പ്രീതുവിനെ കാണാം, ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങാം. ഓട്ടോഗ്രാഫ് എനിക്ക് ഒപ്പിടാൻ അറിയത്തില്ല. മറ്റേ ഇങ്ങനെ അങ്ങനെ ഒന്നും അറിയില്ല. ഇവരൊക്കെ പറയുന്നുണ്ട് ഞാൻ 2 മാസം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരുമെന്ന്. തിരിച്ചു വരണ്ട എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ പോകുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്ലാൻ അനുസരിച്ചൊന്നും അല്ലല്ലോ നടക്കുക. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിന് അപ്പുറത്തായിരിക്കും. സോ എനിക്ക് തലയിൽ മനസ്സിലാക്കുന്നത് തിരിച്ച് ദുബായിക്ക് വരാനാണെങ്കിൽ ഞാൻ വരും. ഇല്ലെങ്കിൽ എൻ്റെ ബാക്കി പ്ലാനൊക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകും. എപ്പോഴേലൊക്കെ കാണാൻ പറ്റിയാൽ നമ്മൾ കാണാൻ പറ്റുവാണെങ്കിൽ കാണും. അല്ലേ മുത്തേ? അല്ലേ? അല്ല അങ്ങനെയൊക്കെ പറയണത്. അല്ല ഇവരൊക്കെ ഇവിടെയാണ്, ഞാൻ നാട്ടിലാണ്. അല്ല വേറെ എവിടെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്കിനി ഒരുമിച്ച് കാണാൻ പറ്റിയതൊന്നും വരത്തില്ലല്ലോ. ഐ സോറി. അപ്പം അതുകൊണ്ട് ഒരുമിച്ച് ഇനിയിപ്പോൾ കൂടാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഇവരെല്ലാവരും ഇവിടെ ഇരുന്ന് കൂടോത്രം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നാട്ടിൽ വേണം. ഓം ഗ്രീം പ്രീതു മടങ്ങി വരൂ സോഹ. അപ്പം എന്താ അടുത്തൊരു വ്ളോഗ് ഉണ്ട്, മകളെ മടങ്ങി വരൂ. വന്നിരിക്കുന്നത് നിങ്ങളുടെ മോൾ തോട്ട് തുന്നം പാടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നത്. അത് കോമഡി ആയിരിക്കില്ലോ വന്ന തിരിച്ച്. ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കുന്നത് ഇനിയൊരു മടങ്ങി വരവ് ഉണ്ടാവില്ല ശശിയെന്നാണ്. തിരിച്ചു വരേണ്ട വന്നാല് 3G കഴിച്ചു നല്ല ചമ്മി നാറി നാണം കെട്ട്. അത് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ലാസ്റ്റ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ പറഞ്ഞു. ഇനി ബെല്ലടിക്കാൻ ഞാൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഗൈസ് എല്ലാവരും ബെല്ലടിക്കണം. അപ്പൊ എല്ലാരും പ്രീതുവിന് വേണ്ടി ബെല്ലടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാരും വീട്ടിൽ നിന്ന് ബെല്ലടിക്കുന്നു. ഒരേ